നമസ്കാരം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാരുടെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ഈ പദ്ധതിയിലേക്ക് നിങ്ങൾ ഇതിനോടകം തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിലവിലത്തെ സ്ഥിതിയും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിലവിൽ അപേക്ഷ സമർപ്പിച്ചവരും വരുന്ന ദിവസങ്ങളിൽ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവരൊക്കെ തന്നെ ഈ വിവരങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് പരമാവധി ആളുകളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയൂടെ ചെയ്യുക. നിലവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഈ പദ്ധതിയുടെ ആദ്യഘട്ട ഗഡുക്കളുടെ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ ഇപ്പോൾ അതിവേഗം പൂർത്തിയാക്കി വരികയാണ്. പദ്ധതിയുടെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വരുവാനിരിക്കുന്ന ഫെബ്രുവരി മാസം മുതൽ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തിച്ചു തരുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഈ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ അപേക്ഷകർ മുൻകാല പ്രാബല്യത്തോടെയുള്ള വിതരണത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഏതായാലും സർക്കാർ ഉത്തരവ് പ്രകാരം നവംബർ മാസം മുതൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിലെ ഗഡുക്കൾ ഉൾപ്പെടെ ഏകദേശം 3000 രൂപയോളം ഒന്നിച്ച് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് ജനുവരി മാസം മുതലുള്ള ആനുകൂല്യം വിതരണം ചെയ്താൽ മതിയെന്നാണ് സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ 1000 രൂപയായിരിക്കും ആദ്യ ഗഡുവായി അക്കൗണ്ടുകളിലേക്ക് എത്തുക. അപേക്ഷകരുടെ യോഗ്യതാ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വളരെ സജീവമാണ്. നിലവിൽ BPL AYY റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഇതിൽ മുൻഗണന ലഭിച്ചിട്ടുള്ളതെങ്കിലും APL വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൂടി ഈ പദ്ധതിയിൽ ഭാഗമാക്കണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള APL കുടുംബങ്ങളെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് അപേക്ഷ നിബന്ധനകളിലൊക്കെ തന്നെ ഇളവ് വരുത്താൻ സർക്കാർ പരിഹരിച്ചേക്കും. സോ ഇതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വഴി ഉദ്യോഗസ്ഥർ തങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കൽ നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം അവരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വഴി ലഭിക്കുന്ന ഇത്തരം ഫീഡ്ബാക്ക് പദ്ധതിയുടെ വിപുലീകരണത്തിന് നിർണായകമായി മാറും. ഇനി സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ച ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായിട്ട് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ പോർട്ടലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് അപേക്ഷയുടെ വിവരങ്ങൾ കാണുന്നതിനോ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിനോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഇപ്പോൾ നീങ്ങി. ഇപ്പോൾ പൂർണ്ണ രൂപത്തിലുള്ള PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം ലഭ്യമാണ്. നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് എന്ന അവസ്ഥയിലാണെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായിട്ടാണ് കാത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുക. ഇനി അഥവാ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തന്നെ പിഴവുകളൊക്കെ സംഭവിക്കുകയോ രേഖകൾ അപൂർണമാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർ നിരസിക്കുന്നതിന് പകരം റിട്ടേൺ ടു സിറ്റിസൺ എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. ഇത് അപേക്ഷകർക്ക് ലഭിക്കുന്ന ഒരു വലിയ അവസരമാണ്. കാരണം അപേക്ഷ പൂർണ്ണമായിട്ടാകാതെ തന്നെ തെറ്റുകൾ തിരുത്തി വീണ്ടും സമർപ്പിക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. നിലവിൽ ഇപ്പോൾ അപേക്ഷ പ്രക്രിയയിലൊക്കെ ധൃതീകരണം, അബദ്ധങ്ങളൊക്കെ തന്നെ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റു ഓൺലൈൻ സർവീസ് സെന്ററുകളൊക്കെ വഴി അപേക്ഷിച്ചവർക്ക് തങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോരായ്മകൾ കൃത്യമായി പരിഹരിക്കാവുന്നതാണ്. വാലിഡേഷൻ പ്രക്രിയയിൽ രേഖകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പെൻഷൻ അപ്രൂവൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള രേഖകളുടെ വ്യക്തതയും ആധികാരികതയും ഒക്കെ തന്നെ ഉറപ്പുവരുത്തണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിലെ ഏലം റബ്ബർ കർഷകർക്ക് ലോകബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള ക്ലൈമറ്റ് റെസിലിയൻസ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പദ്ധതി വഴി പ്രത്യേക സബ്സിഡി പ്രഖ്യാപിച്ചു. കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും കൃഷി നവീകരിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പദ്ധതി പ്രകാരം പുനർകൃഷി നടത്തുന്ന കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ മുതൽ മുകളിലേക്കാണ് സബ്സിഡി ഉറപ്പാക്കിയിരിക്കുന്നത്. പരമാവധി 2 ഹെക്ടർ വരെ സ്ഥലത്തിന് ഈ സഹായം ലഭ്യമാകുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 25 സെന്റ് സ്ഥലമെങ്കിലും പുനർകൃഷി നടത്തുന്ന കർഷകന് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഏലം റബ്ബർ കർഷകർക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ കാപ്പി, ജാതി തുടങ്ങിയ മറ്റു വിളകൾക്കും ഈ സഹായം വ്യാപിക്കുന്നതാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള കർഷകർ സ്ഥലത്തിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, സ്കെച്ച് തുടങ്ങിയ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളും കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൂടാതെ അംഗീകൃത നഴ്സറികളിൽ നിന്നും വീണ്ടും നടാനായിട്ട് വാങ്ങിയ തൈകളുടെ കൃത്യമായ ബില്ലുകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അർഹരായിട്ടുള്ള എല്ലാ കർഷകരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി എത്രയും വേഗം തന്നെ അപേക്ഷകൾ പൂർത്തിയാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, കേന്ദ്ര തപാൽ വകുപ്പിൽ ഗ്രാമീണ ഡക് സേവക് GDS തസ്തികയിലേക്ക് വൻതോതിൽ നിയമനം നടക്കുന്നു. രാജ്യവ്യാപകമായിട്ട് ആകെ 28,740 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ കേരള സർക്കിളിൽ മാത്രമായിട്ട്
ഏകദേശം 5591 ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് എന്നീ തസ്തികയിലേക്കാണ് പ്രധാനമായിട്ട് നിയമനം നടത്തുന്നത്. ഈ വിജ്ഞാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരീക്ഷയോ അഭിമുഖമോ ഇല്ലാതെ പൂർണ്ണമായിട്ടും 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ്. ജനുവരി 31 ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നും ഫെബ്രുവരി 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തപാൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.indianpost.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് കണക്ട് ലോഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതായി KEB അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് കണക്ട് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് 2026 മാർച്ച് 31 വരെ മാത്രമേ അവസരമുണ്ടാകൂ എന്നാണ് KEB അറിയിച്ചിട്ടുള്ളത്. അപേക്ഷ ഫീസ്, ടെസ്റ്റിംഗ് ഫീസ്, അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിനോ വോൾട്ടേജ് ലെവൽ വരുന്ന വ്യത്യാസമോ മൂലമോ വിതരണ ശൃംഖലയിലെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആയതിനാവശ്യമായ തുക മാത്രം ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും. എല്ലാ വിഭാഗ LD ഉപഭോക്താക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. എന്നാൽ ഏതെങ്കിലും നിയമപര അധികാരങ്ങളിൽ നിന്നും എതിർപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എതിർപ്പ് പരിഹരിച്ച ശേഷമേ ഈ പദ്ധതിയുടെ ഭാഗമായി ലോഡ് റെഗുലൈസേഷൻ അനുവദിക്കുകയുള്ളൂ. ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉപയോക്താക്കൾക്ക് wss.kcb.in എന്ന വെബ്സൈറ്റിലൂടെ കണക്ട് ലോഡ് റെഗുലൈസേഷൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിൽ പൂരിപ്പിച്ച അപേക്ഷയും ഉപയോക്താവിന്റെ തിരിച്ചറിയൽ രേഖയും കണക്ട് ലോഡ് സംബന്ധിച്ച് ഡിക്ലറേഷന് നൽകി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. മറ്റൊരു രേഖയും സമർപ്പിക്കാതെ പണച്ചിലവില്ലാതെ എല്ലാ വിഭാഗ ഉപയോക്താക്കൾക്കും ഈ അവസരം വിനിയോഗിക്കാം. അടുത്ത അറിയിപ്പ് വീട്ടിൽ പാചക ആവശ്യത്തിന് ഗ്യാസ് ഉപയോഗിക്കുന്നവർക്കുള്ളതാണ്. ഗാർഹിക പാചകവാതക സബ്സിഡി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശങ്ങൾ ഉപയോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാചകവാതക സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഓരോ ഉപയോക്താവും ഈക്വൈസി അല്ലെങ്കിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണമെന്ന് സർക്കാർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഭാവിയിൽ ആനുകൂല്യം പ്രതീക്ഷിക്കുന്നവർക്കും ഈ നടപടിക്രമം അനിവാര്യമാണ്. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതിയും കീഴിൽ ഗ്യാസ് കണക്ഷൻ എടുത്തവർക്ക് നിലവിൽ പ്രതിമാസം ഏകദേശം 300 രൂപയോളമാണ് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നത്. എന്നാൽ ഈ ആനുകൂല്യത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 9 സിലിണ്ടർക്ക് വരെ മാത്രമേ ഇത്തരത്തിൽ സബ്സിഡി ലഭിക്കുകയുള്ളൂ. 10ാമതൊരു സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ഉപയോക്താവ് അതിന്റെ വിപണി വില പൂർണ്ണമായും നൽകേണ്ടി വരും. ഉജ്ജ്വലോചന ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ സബ്സിഡി നിലനിർത്തുന്നതിനായി 2026 മാർച്ച് 31 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ നിശ്ചിത തീയതിക്കുള്ളിൽ ഈക്വൈസി നടപടികൾ പൂർത്തിയാക്കാത്ത പക്ഷം സബ്സിഡി ആനുകൂല്യങ്ങൾ പൂർണ്ണമായി നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ ഗുണഭോക്താക്കൾ എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഈ ഒരു പ്രയോജനകരമായ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.